ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് അധ്വാനശീലർക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന പുരോഗതിയുണ്ട്, നേട്ടങ്ങളുണ്ട്, രോഗം പോലും അവരെ പിടികൂടാതെ മാറി നിൽക്കും എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുക. ഈ വക കാര്യങ്ങളൊന്നും ഉറക്കം തൂങ്ങികൾക്ക് കിട്ടത്തില്ല എന്നുള്ളതും കർത്താവിൻ്റെ വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ കണ്ടെത്തണം, നമ്മൾ വെറും ഉറക്കം തൂങ്ങികളാണോ അതോ ശരിക്കും അധ്വാനിക്കുന്ന അധ്വാനശീലരാണോ? അതനുസരിച്ച് അതിൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് രണ്ട് വിശുദ്ധരുടെ മൊഴികൾ മനസ്സിലാക്കാം. രണ്ട് വിശുദ്ധര്, ഒന്ന് വിശുദ്ധ അംബ്രോസ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവാനുഗ്രഹം ഒഴുകി ഒഴുകി വരുന്നത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളിലേക്കാണ്, അല്ലാതെ ഉറക്കം തൂങ്ങിയിരിക്കുന്നവരിലേക്കല്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളാണ്. ദൈവാനുഗ്രഹം ഒഴുകി വരുന്നത് അധ്വാനശീലരിലേക്കാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ 2 കൊരിന്തോസ് 9-ാം അധ്യായം 6-ാമത്തെ വചനം എടുത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: അല്പം വിതയ്ക്കുന്നവർക്ക് അല്പം മാത്രം കൊയ്യാനുള്ള അവകാശമേ ഉള്ളൂ. ധാരാളം കൊയ്യാൻ താല്പര്യപ്പെടുന്നവർ ധാരാളം വിതയ്ക്കണം, അവർക്കാണ് അതിനുള്ള അവകാശം ഉണ്ടാകുന്നത് എന്ന് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ വിശുദ്ധൻ വിശുദ്ധ ഡോൺ ബോസ്കോ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒത്തിരി പേരുടെ നേരെ സാത്താൻ വെച്ച് നീട്ടുന്ന ഒരു കെണിയുണ്ട്, എ ട്രാപ്പ്. കെണി എന്താണെന്നറിയോ? അലസത. ഇത് സാത്താൻ ഒത്തിരി പേരുടെ നേരെ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് യുവജനങ്ങൾ. നമുക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ഒരുപാട് യുവജനങ്ങൾ ഈ കെണിയിൽപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നുണ്ട്, കുടുംബത്തിന് ഭാരമായി മാറുന്നുണ്ട്. അലസത മൂലം, ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കുന്നത് മൂലം. പഠിച്ച് നല്ല ഭാവി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ അതിന് പോകത്തില്ല. മടി പിടിച്ചിരിക്കുന്ന അവസ്ഥകൾ, ഭക്ഷണം കഴിച്ചാൽ ആ പാത്രം ഒന്ന് കഴുകി പോലും വെക്കുകയില്ലാത്ത വ്യക്തികളെ ചിലപ്പോൾ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. അതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താ? കുഴിമടി. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹം പ്രതീക്ഷിക്കാൻ പറ്റും? അവര് സാത്താൻ്റെ കൂട്ടുപിടിച്ച് നടക്കുന്നവരാണ്. അവരുടെ വഴി ചെന്നെത്തുന്നത് നാശത്തിലാണ് എന്നുള്ളത് ഈ വിശുദ്ധരൊക്കെ ഒരുപോലെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ആധുനിക യുഗത്തിൻ്റെ ശാപം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 3 കാര്യങ്ങൾ. ഒന്ന്, അമിതമായ ഉറക്കം. ഉറക്കം നല്ലതാണോ? നമ്മൾ ഉറങ്ങണം. ഉറക്കമില്ലാതെ വിഷമിക്കുന്നവരെ നമ്മുടെ ചുറ്റുപാടും കണ്ടെത്തിയെന്ന് വരും. പക്ഷേ അമിതമായാൽ അമൃതും വിഷം നമ്മൾ പറയാറുണ്ടല്ലോ. അമിതമായ ഉറക്കം അത് നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ശാപമാണ് അലസത. മൂന്നാമത്തെ കാര്യമാണ് അന്യരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് കൈകടത്തുക. ചിലർക്കതൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതൊരു സ്വഭാവ വൈകല്യം. വേണ്ടടത്തും വേണ്ടാത്തടത്തും ഒക്കെ അവർ കൈകടത്തി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവനവൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റി ജീവിതത്തിൽ മുമ്പോട്ട് പോയി സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിന് പകരം ഇവരുടെ സമാധാനവും നഷ്ടപ്പെടുത്തും, ബാക്കിയുള്ളവരുടെ സമാധാനവും നഷ്ടപ്പെടുത്തും. ഈ 3 കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചില വചനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അമിതമായ ഉറക്കം. സുഭാഷിതങ്ങൾ 20-13 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങാം, പക്ഷെ ഉറക്കത്തിന് നീ അടിമയാകരുത്. ഉറക്കത്തിന് അടിമയായി കഴിഞ്ഞാൽ എഴുന്നേക്കേണ്ട സമയത്ത് എഴുന്നേക്കാൻ പറ്റില്ല. എത്ര പ്രാവശ്യം വിളിച്ചെന്ന് പറഞ്ഞാലും എഴുന്നേക്കാൻ പറ്റത്തില്ല. എന്നെ വിളിക്കണ്ട, ഞാൻ അല്പം കൂടി ഉറങ്ങട്ടെ എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ പോകും. സുഭാഷിതങ്ങൾ 24-30 മുതൽ വായിക്കുമ്പോൾ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അലസൻ്റെ വയല്, അതുപോലെ തന്നെ അവൻ്റെ തോട്ടം, മതില്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഈ അമിതമായ ഉറക്കവും അലസതയും കൂടെ ചേരുന്നിടത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അവൻ്റെ മതിൽ ഇടിഞ്ഞു പറിഞ്ഞു കിടക്കും, അതേക്കുറിച്ച് അവൻ ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ വയല് ഈ മുള്ളും അതുപോലെ തന്നെ പുല്ലും എല്ലാം കയറി കിടക്കും, അവനതേക്കുറിച്ച് ശ്രദ്ധയില്ല. ഈ 2 കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം അലസത നമ്മൾ കാണുകയുണ്ടായി. ഈ അമിതമായ ഉറക്കവും അലസതയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യവും ചോർന്നു പോകുന്നതിന് അത് കാരണമാകും. പ്രഭാഷകൻ 33-28 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അലസത തിന്മകൾ വർദ്ധിപ്പിക്കും. അലസത. മത്തായിയുടെ സുവിശേഷം 18-24 വായിച്ചാൽ, ഒരു താലന്ത് കിട്ടിയവൻ അലസൻ അവനെന്ത് ചെയ്തു? അവനതുകൊണ്ട് കുഴിച്ചിട്ടു. എന്നിട്ട് വലിയ മാന്യമായിട്ട് അവൻ വന്ന് വർത്താനം പറഞ്ഞു, നിന്നെ എനിക്കറിയാം, നിന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇത് കുഴിച്ചിട്ടു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഇതാ നിന്റെ നാണയം പിടിച്ചോളാൻ പറഞ്ഞു. അവൻ്റെ അലസത കൊണ്ടാണ് അവനത് ചെയ്തത്. അവൻ അധ്വാനശീലനായിരുന്നെങ്കിൽ അത് ഈ പണമിടപാടുകാർക്ക് കൊടുത്തിട്ട് അതിൻ്റെ പലിശയും കൂടിയെങ്കിലും കിട്ടിയേനെ എന്ന് യജമാനൻ പറയുന്നതായിട്ട് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമത്തേതാണ് അന്യരുടെ കാര്യത്തിൽ ഇടപെടുക. 2 തെസ്സലോനിക്കർ 3:10 വായിച്ചാൽ ചിലരുടെ സ്വഭാവ രീതി പൗലോസ്ലീഹ പോലും അവിടെ പറയുന്നുണ്ട്.
ഇവർ അധ്വാനിക്കത്തില്ല, മറ്റുള്ളവരുടെ കാര്യത്തിലെല്ലാം അവരിടപെടും. ഒരു അനാവശ്യമായിട്ട് ഇടപെടുന്ന ആ ഒരു അവസ്ഥ. ഇനി അവരോട് മാന്യമായിട്ട് ജോലി ചെയ്ത് അത് അവരുടെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ സമാധാനം കെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പൗലോസ് പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. 1 കൊരിന്തോസ് 9-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ പൗലോസ് ഏറ്റെടുത്തൊരു സ്റ്റാൻഡ് വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റാണ്. അത് സമയം പാലിക്കുന്നതായിരിക്കാം, അധ്വാനിക്കുന്നതായിരിക്കാം, വിശ്രമിക്കുന്നതായിരിക്കാം, മറ്റുള്ളവരെ സഹായിക്കുന്നതായിരിക്കാം. എൻ്റെ കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റാണ്. മറ്റുള്ളവർ അതുപോലെ തന്നെ പെരുമാറുന്നില്ലെങ്കിലും ഞാൻ അവരെ അനുകമ്പാപൂർവ്വം കാണും എന്ന് പറഞ്ഞിരിക്കുന്ന പൗലോസിനെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ അമിതമായ ഉറക്കം നാശം വിതയ്ക്കും എന്നുള്ളതിൻ്റെ ചില സൂചനകൾ ബൈബിളിലുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 20:7 മുതൽ വായിക്കുമ്പോൾ യൗത്തിക്കോസ് ധ്യാനം കൂടാൻ പോയതാണ്. 3-ാം നിലയിലായിരുന്നു ധ്യാനം. അവൻ ചെന്നപ്പോൾ സീറ്റെല്ലാം ഫുള്ളായി. പിന്നെ ആകെപ്പാടെ ജനൽപ്പടിക്കലേ ഉണ്ടായിരുന്നുള്ളൂ ഇരിക്കാനൊരു സ്ഥലം. അവൻ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം അവൻ ഉറങ്ങിപ്പോയി. 3-ാം നിലയിൽ നിന്ന് അവൻ താഴേക്ക് വീണു. നമുക്കറിയാമല്ലോ എന്ത് സംഭവിക്കും. അവരൊന്ന് നോക്കിയപ്പോൾ മരിച്ചു കിടക്കുക. ധ്യാനം കൂടാൻ പോയതാണ്. അവസാനം അവൻ്റെ ശവാടക്കാണ് നടത്തേണ്ടത്. അവരെല്ലാവരും വിഷമിച്ചിരുന്നപ്പോൾ പൗലോസ് അവനെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് അവൻ വീണ്ടും ജീവനുള്ളവനായി മാറിയതിനെക്കുറിച്ച് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായത്തിൻ്റെ 7 മുതൽ. പക്ഷെ നമ്മൾ കാണണം ഉറക്കം അവനെ കൊണ്ട് എത്തിച്ചത് എവിടെയാണെന്ന്. മത്തായി 25:5 മുതൽ വായിക്കുമ്പോൾ 10 കന്യകമാരുടെ കാര്യം. 5 പേർക്ക് എണ്ണയുണ്ടായിരുന്നു, 5 പേർക്ക് അതില്ലായിരുന്നു. എണ്ണയും കൂടെ കരുതാനുള്ള വിവേകം അവർ കാണിച്ചില്ല. തന്മൂലം 5 പേർക്ക് നഷ്ടപ്പെട്ടത് മണവാളിനെ എതിരേൽക്കാൻ അവർക്ക് പറ്റാതെ പോയി. മത്തായി 26:40 കർത്താവ് തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 1 മണിക്കൂറെങ്കിലും എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിയാതെ പോയോ? ഉറക്കത്തിന് അടിമകളായ വ്യക്തികൾക്ക് ഈ 1 മണിക്കൂർ പോലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപക്ഷെ സാധിച്ചെന്ന് വരുന്നില്ല. അധ്വാനികൾക്ക് വലിയ അവകാശമുണ്ടെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. 2 തീമോത്തി 2:6 ആദ്യ ഫലത്തിന് അവകാശം അധ്വാനിക്കുന്നവർക്കാണ്. അധ്വാനിക്കുന്നവർക്ക് വിളവിൻ്റെ ആദ്യ ഫലം അതിൻ്റെ അവകാശമുണ്ട്. ഹെബ്രായർ 12:6 വചനവും ബാറൂക്കിൻ്റെ പുസ്തകം 4:27-28 വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരുന്ന വ്യക്തികൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് നമ്മൾ അധ്വാനിക്കാൻ, ദൈവകൃപയോട് സഹകരിച്ച് അധ്വാനിക്കാൻ തയ്യാറാകണം. പ്രഭാഷകൻ 31:22 വായിച്ചാൽ അധ്വാനിക്കുന്നവരെ രോഗം പോലും പിടികൂടാതിരിക്കും. ഏത് ജോലിയും ഉത്സാഹത്തോടെ ചെയ്തോളുക എന്നാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.